നിലത്ത് നിൽക്കുമ്പോൾ ഇന്ന് രാവിലെ സ്തുതിയുടെ മേൽ അത്ഭുതങ്ങൾ നടക്കും. അല്പനിമിഷം ജനം സഭ ഒരുമിച്ച് അന്യഭാഷ ചില അണലികളെ തീയിൽ കുടഞ്ഞു കളയുന്നത് പോലെ ഇത് പകൽ ചില വിറകുകൾ കത്തിക്കുമ്പോൾ, ചില ആത്മസാന്നിധ്യം ഇന്ന് പകൽ നിറയുമ്പോൾ, പരിശുദ്ധാത്മാവ് തീയിൽ നിറയുമ്പോൾ ചില അണലികൾ പുറത്തു ചാടും. യേശുവിന്റെ നാമത്തിൽ നിന്റെ മേൽ ഇട്ടിരിക്കുന്ന ഒരു വാഗ്ദത്തം നിറവേറ്റപ്പെടുന്നതിന് വരെ ഒരു മരണത്തിന് നിന്നെ തൊടാൻ പറ്റത്തില്ല. എത്ര പേര് ആമേൻ പറയും? വിശ്വസിക്കുന്നവർ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവം നിന്റെ മേൽ ഇട്ടിരിക്കുന്ന വാഗ്ദത്തം നിറവേറ്റപ്പെടുന്നത് വരെ നിന്നെ തൊടുവാൻ മരണത്തിന് കഴിയത്തില്ല. ഒരിക്കലും യോജിക്കാൻ സാധ്യതയില്ലാത്ത രണ്ടുപേർ ആത്മാവിന്റെ പകർച്ചയ്ക്ക് ശേഷം ഒന്നായി തീർന്നു. സഭയിൽ ചിലതിനെ യൂണിറ്റിയിലേക്ക് തമ്പുരാൻ കൊണ്ടുവരാൻ പോകുകയാണ്. എത്ര ശ്രമിച്ചിട്ടും യൂണിറ്റിയിലേക്ക് കടന്നു വരാത്ത ചില കുടുംബ ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ ഒരുമിപ്പിക്കുന്ന ഒരു സീസൺ ആയിരിക്കും 2025. ഈ വർഷത്തെ തീം വേർഡല്ല യഹോവ ഈരേ. ഞാൻ ഒന്നോടെ കയറി പറയാം, യോജിക്കുന്നതിലോ ചോദിക്കുന്നതിലോ നനയ്ക്കുന്നതിലോ അത്യന്തം പരമായ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയോ ചെയ്യുവാൻ കഴിയുന്നവന് സഭയില് ക്രിസ്തുയേശുവില് എന്നേക്ക് മഹത്വമുണ്ടാകട്ടെ. പഴയ നിയമത്തിലെ കരുതല് പുതിയ നിയമത്തിൽ കരുതലല്ല, ചോദിക്കുന്നതിലോ നനയ്ക്കുന്നതിലോ അത്യന്തപരമായ കരുതൽ. വിശ്വസിക്കാൻ പറ്റുന്നവർ കരമടിച്ച ദൈവത്തിന് ആമേൻ പറഞ്ഞേ. നിധിയിൽ കൂടെ കടന്നുപോയ അവസ്ഥകൾ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ ഞാൻ നിന്നെ കൈവിട്ടിട്ടില്ല. നീ വെള്ളത്തിൽ കൂടെ കടന്നു പോയപ്പോൾ, അത് കര കവിഞ്ഞ് വന്നപ്പോൾ അവിടെയും ഞാൻ നിന്നെ കൈവിടാതെ നാങ്ങി നടത്തി. കർത്താവ് പറയുന്നു, അന്ന് ഞാൻ നടത്തിയെങ്കിൽ ഇന്നും നടത്താൻ ഞാൻ ശക്തനാണ്. മുന്നോട്ടുള്ള എല്ലാ വഴികളും നിന്റെ കരങ്ങളിലേക്ക്. ഓ ഹല്ലേലൂയ കർത്താവേ, താമ്രവാതിലുകളിലെ ഹല്ലേലൂയ എല്ലാ ജാലകങ്ങളും തുറന്ന് നിനക്ക് വേണ്ടി വഴികളെ തുറക്കുന്ന ഒരു ദൈവം നമ്മുടെ നടുവിലുണ്ട്. അവൻ ഹല്ലേലൂയ വഴി തുറക്കുന്നവനാണ്. അടഞ്ഞ വഴികളെ തുറക്കുന്ന ഒരു ദൈവം യഹോവ ഈരേ, നിനക്ക് വേണ്ടി കരുതുന്ന, നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം നമ്മുടെ നടുവിലുണ്ട്. തീയിൽ കൂടി നടന്നാൽ വെന്തു പോകാതെ കരങ്ങളിൽ വഹിക്കുന്ന ഒരു ദൈവം. അവൻ അനന്യനാണ്, അവൻ ജീവനുള്ളവനാണ്, അവൻ നമ്മുടെ നടുവിലുണ്ട്.